السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضا الله أما بعد. സ്റ്റേജിൽ ഉപവിഷ്ടരായ സയ്യിദ് അവറുകളെ, അതേപോലെ ഹുജ്ജത്തുൽ ഉലമ ശൈഖുന ഉസ്താദ് അവറുകൾ, അതേപോലെ ബഹുമാനപ്പെട്ട അബൂ സ്വാലിഹ് ഉസ്താദ്, അതേപോലെ ഇവിടെ കൂടിയ പണ്ഡിതന്മാർ, ഉമ്മപ്പെങ്ങന്മാർ, സഹോദര സഹോദരിമാർ, അല്ലാഹു തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും പിരിയലും അവൻ്റെ സ്വാലിഹായ അമലുകളെ കൂടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സ്വലാത്ത് വാർഷികത്തോട് അനുബന്ധിച്ച് 2 ദിവസത്തെ പരിപാടി ഞങ്ങൾ ഇന്നലെയാണ് അതിൻ്റെ തുടക്കം കുറിച്ചത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. സ്വലാത്തിൻ്റെ മഹത്വങ്ങൾ ധാരാളമായി ഇന്നലെയും അതേപോലെ ഇന്നും ഒരുപാട് പണ്ഡിതന്മാർ ഞങ്ങൾക്ക് പറഞ്ഞു തരും. അതുകൊണ്ട് ആ ഭാഗത്തുമൊന്നും ഞാൻ കടക്കാതെ പ്രത്യേകിച്ചും എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത് ഹബീബന വസയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സ്വലാത്ത് അതിൻ്റെ വാർഷികത്തോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ പരിപാടിയോടെയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഹബീബന വസയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നിലയ്ക്ക് ഞങ്ങൾ മഹബത്ത് വെക്കണം എല്ലാം ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആ വിഷയത്തിലൊക്കെ ഒന്നും കടക്കാതെ ഇന്ന് പല ആൾക്കാരും സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമല്ല, സ്വലാത്തിന്റെ മജ്ലിസിൽ ഒരുമിച്ച് കൂടുന്നത് അവർക്ക് എത്രയും ഒരു ഇൻട്രസ്റ്റ് അതിൽ ഇല്ല. പ്രത്യേകിച്ചിട്ടും അങ്ങനെയുള്ള കാരണം ആ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് കൂടാനുള്ള മടി, ഇതെല്ലാം ഉണ്ടാവാനുള്ള കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്, അതേപോലെ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു വിഷയം മാത്രം പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, നിങ്ങൾക്കറിയാം, മനുഷ്യന്മാർ അഥവാ ആഖിറത്തിലും അല്ലാഹു തആല ആദ്യമായി ചോദിക്കപ്പെടുന്ന ഒരു ഇബാദത്താണ് അസ്വലാത്ത്, നിസ്കാരം. ഈ നിസ്കാരം എന്നുള്ള ഇബാദത്ത് അത് അല്ലാഹുവിന് മാത്രമേ ചെയ്യാൻ പറ്റൂ. അത് അല്ലാഹുവിന്റെ മാത്രമാണ് ഞങ്ങൾ നിസ്കരിക്കുന്നത്. വേറെ ഒരാളെയും ആ നിസ്കാരത്തിൽ വിളിക്കാൻ പാടില്ല. വിളിച്ചാൽ നിസ്കാരം ബാത്തിലാണ്. ആ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ഞങ്ങൾ പറയുന്നത് وجهت وجهي للذي فطر السماوات والأرض حنيفا مسلما وما أنا من المشركين إن صلاتي ونسكي ومحياي ومماتي لله رب العالمين لا شريك له بذلك أمرت وأنا من المسلمين എന്നുള്ള ആരംഭക്കുറിച്ച് അല്ലാഹുവേ, എൻ്റെ ഇബാദത്തും എൻ്റെ സൽക്രമങ്ങളും എൻ്റെ ജീവിതവും എൻ്റെ മരണവും എല്ലാം നിനക്കാണെന്ന് പറഞ്ഞ് അല്ലാഹുവിനെ മാത്രം വിളിക്കുന്ന നിസ്കാരത്തിൽ ഒരാളെ വിളിച്ചില്ലെങ്കിൽ, വേറെ ആരെ വിളിച്ചെങ്കിലും നിസ്കാരം ബാത്തിലാണ്. പക്ഷേ ഒരാളെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും. മനസ്സിലാക്കണം. നിങ്ങൾ ഹബീബായ നബി തങ്ങൾ ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ആരെ വിളിച്ചാലും നിസ്കാരം ബാത്തിലാണ്. പക്ഷേ ഒരാളെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ആരാണത്? സയ്യിദന മുഹമ്മദുർ റസൂലുള്ളാഹി. അത്തഹിയ്യാത്ത് നിങ്ങൾ ഓതുന്നില്ലേ? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യോ. അസ്സലാമു അലൈക, സലാം അലൈക, തങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ. അയ്യുഹൻ നബിയ്യോ, ഓ നബിയായിട്ടുള്ളവരെ. ഇത് പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം സഹിയല്ല. അപ്പൊ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന നിസ്കാരത്തിൽ ഹബീബായ നബി തങ്ങളെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാണ്. ആരെ വിളിച്ചെങ്കിലും നിസ്കാരം ബാത്തിൽ. പക്ഷേ ഒരാളെ വിളിച്ചില്ലെങ്കിൽ നിസ്കാരം ബാത്തിലായി പോകും.
അതുകൊണ്ട് ഇപ്പോ ബുദ്ധിയുള്ളവർക്ക്, ചിന്താശക്തിയുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആരാണെന്ന് ചിന്തിക്കാൻ ഇത് ഒരൊറ്റ ഒരു ഉദാഹരണം നിങ്ങൾക്ക് മതി. ജാസ്തി പ്രസംഗമൊന്നും ആവശ്യമില്ല എന്ന് ഞാൻ ഈ സമയത്ത് നിങ്ങളെല്ലാവരും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. ഞങ്ങൾ സാധാരണ നക്കിണിക്കലാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവர்கள், അതേപോലെ സയ്യിദ് അവர்களுം, അതേപോലെ ഞങ്ങളുടെ ഷബീർ വഹബി ഉസ്താദ് അവர்களுം ഉള്ളത് കൊണ്ട് ഇൻഷാ അല്ലാഹ് മലയാളം നിങ്ങൾക്കും അല്പാൽപ്പം അറിയുമെന്ന് മനസ്സിലാക്കി ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ചും ഞങ്ങളുടെ ഈ സ്വലാത്ത് വാർഷിക ഇത് നടത്താനുള്ള 2 കാരണമാണ് ഉള്ളത് സഹോദരങ്ങളെ. പ്രത്യേകിച്ചും കഴിഞ്ഞ കൊല്ലം ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളെ ഇവിടെ ഞങ്ങളെ അബൂബക്കറാക്ക, അതേപോലെ പ്രസിഡന്റ് കരീമാക്ക, അതേപോലെ അതിന്റെ ഭാരവാഹികൾ, നാട്ടുകാരും എല്ലാവരും ഉസ്താദിനെ കഴിഞ്ഞ വർഷം ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് തീരുമാനിച്ചിരുന്നു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക് വളരെ ക്ഷീണമായിരുന്നു. ഉംറയ്ക്ക് പോയി വന്ന സമയമായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഉസ്താദ് കഴിഞ്ഞ വർഷം വരാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് കിട്ടി. അൽഹംദുലില്ലാഹ്, ഹുമ്മ അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ആഹോരാത്രിയും പ്രവർത്തിക്കാൻ അല്ലാഹുവേ ബഹുമാനപ്പെട്ടവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം അല്ലാഹ്. അതുകൊണ്ട് ഞങ്ങളെ ഈ നാട്ടിലേക്ക് വന്ന് അൽഹംദുലില്ലാഹ് ചെറിയൊരു മഴം വന്ന് അപ്പോൾ ഒരു റഹ്മത്തായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ടിട്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഈ സ്വലാത്ത് വാർഷികത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉസ്താദ് സമ്മതിച്ചു വരാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് അതാണ് ഒരു സന്തോഷം. ഒരു വിഷയം അതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പകലിൽ വന്നെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇവിടെ ഇതിന്റെ പരിസരത്ത് നിങ്ങൾക്ക് കാണാം ഖബർ സ്ഥാനി. ഇവിടെ ഖബർ ഇനി എടുക്കാനുള്ള സ്ഥലങ്ങൾ ഇല്ല, വളരെ കുറവാണ്. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഖബർ ഇപ്പോ അടുത്തടുത്ത് എത്തിയിട്ട് ഇപ്പോ ടോയ്ലറ്റിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇനി എടുക്കുന്ന ഖബറെല്ലാം ആ ടോയ്ലറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ഇവിടെ കൂടിയ എല്ലാ സഹോദര സഹോദരിമാരോടും ഈ നാട്ടുകാർ അല്ലാത്തവരോടും പ്രത്യേകിച്ചും പറയുന്നു, ഞങ്ങളുടെ ശരീരം ബഹുമാനിച്ചതാണ്, ബഹുമാനിച്ച ശരീരമാണ് ഞങ്ങളുടെ ശരീരം. കാരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്, ഞങ്ങളൊന്നും തീരുമാനമൊന്നുമല്ല. വലഖദ് കറംന ബനി ആദം, ആദം നബി അലൈഹി ഇസ്ലാമിന്റെ സന്തതികളെ നാം ബഹുമാനിച്ചിരിക്കുന്നു. ഇത്തരം മൃഗങ്ങളെ പോയി എവിടെയെങ്കിലും ഒരു കുഴിയെടുത്ത് അടക്കുന്നത് പോലെയല്ല മനുഷ്യൻ. ആ മനുഷ്യന്റെ ശരീരം വളരെ അല്ലാഹു തആല ബഹുമാനിച്ച ആ ശരീരത്തെ ബഹുമാനമുള്ള സ്ഥലത്താണ് ആ ഖബർ എന്ന സ്ഥലത്തിൽ വെക്കേണ്ടതാണ്. പക്ഷേ വളരെ സ്ഥലത്തിന്റെ കുറവാണ്. ഇന്ന് ഖബറടക്കാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ട് ഈ സ്വലാത്ത് വാർഷികത്തോട് ഞങ്ങൾ പ്രത്യേകിച്ചിട്ടും വന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളോട് ഞങ്ങൾ പറഞ്ഞു, ഇവിടെ 11 സെൻസ് ഒരു സ്ഥലമുണ്ട്, അത് വേറെ സ്ഥലമാണ്. അത് വാങ്ങണമെങ്കിൽ, അത് വാങ്ങിയിട്ട് ഞങ്ങളെ കയ്യിൽ കിട്ടണമെങ്കിൽ 30 ലക്ഷത്തോളം വേണ്ടി വരും. അതുകൊണ്ട് അത്രയും വലിയ തുക ഈ നാട്ടുകാർ, ഈ പാവപ്പെട്ട നാട്ടുകാർക്ക് അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആർക്കെങ്കിലും നല്ലൊരു സംഖ്യ കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനാ ഉസ്താദ് അവர்கள் പറയും. ഇൻഷാ അല്ലാഹ് അതേപോലെ സയ്യിദ് അവர்களுം ഉണ്ട്. നിങ്ങൾ അവരോട് വാഗ്ദാനം ചെയ്യുന്നതിന് തരക്കേടില്ല. ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയല്ല, ഇവിടെ നിന്ന് കളക്ഷൻ ഒന്നും അല്ല, എങ്കിലും ഇവിടെ കൂടിയവരോട് ഒരു ഓർമ്മപ്പെടുത്തിയത് മാത്രമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ഖബർസ്ഥാന്റെ വിഷയത്തിലേക്കും എല്ലാവരും നിങ്ങൾക്ക് കഴിയുന്ന പരമാവധി, അഥവാ നിങ്ങളുടെ സുഹൃത്തുക്കൾ, വിദേശത്തിലുള്ള ആൾക്കാർ എല്ലാവരോടും പറഞ്ഞ് ആ 30 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും സ്വരൂപിച്ച് അതിനെ സഹകരിച്ച് നിങ്ങൾ എല്ലാവരും നമ്മുടെ ജമാഅത്തുകാർക്ക് വേണ്ടി ഒരു സഹായം നടത്തണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടി എല്ലാവർക്കും സഹകരിക്കാനും സഹായിക്കാനും അല്ലാഹുവേ നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതുകൊണ്ട് ഇതൊരു 2 വിഷയം മാത്രമായിരിക്കും. ഇൻഷാ അല്ലാഹ് ഞാൻ സ്വാഗതത്തിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ഇന്നത്തെ സമാരോപ സമാരംഭത്തിൽ
അധ്യക്ഷ സ്ഥാനം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ആഷിം ബാഫക്കി തങ്ങൾ കൊയിലാണ്ടി അവർകളാണ്. മുദരിസ് ജുമാ മസീദ് ചട്ടപ്പടി മലപ്പുറം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ കൂടുതലൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഹബീബായി നബി തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട സയ്യിദ് അവറുകളാണ്. ആ സയ്യിദ് അവറുകൾ നമ്മുടെ നാട്ടിലേക്ക് വന്നതേ വലിയൊരു ബറക്കത്താണ്. അല്ലാതെ വലിയ അഥറുള്ള തങ്ങളും കൂടിയാണ്. അതുകൊണ്ട് നല്ല ശാന്ത നല്ല സ്വഭാവവുമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവരും പരമാവധി ബഹുമാനപ്പെട്ടവരുടെ അവസാനം പോകുമ്പോൾ കൈ മുസാഫാത്ത് ചെയ്ത് നല്ല നിലയ്ക്കുള്ള ദുആ കൊണ്ട് വസിയ ചെയ്ത്, പ്രത്യേകിച്ചും ആ ഉസ്താദുമാരും ഈ പണ്ഡിതന്മാരും നമ്മുടെ നാട്ടിലേക്ക് വരുന്നത് വലിയൊരു റഹ്മത്താണ്. കാരണം എത്രയോ ദൂരത്ത് നിന്നാണ് സഹോദരങ്ങളെ നമ്മോടുള്ള സ്നേഹം കൊണ്ട് പിരിശം കൊണ്ട് ഈ നാട്ടിലേക്ക് വന്നത്. സഹോദരങ്ങളെ, അതിൻ്റെ വിഷയമെല്ലാം അവർക്ക് അറിയുമോ സഹോദരങ്ങളെ? അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ പോകുന്നതിന് മുമ്പായി നല്ല നിലക്കുള്ള ഈ ഖബറിന് വേണ്ടിയുള്ള ഒരു സഹായം സഹകരണം ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കയ്യിലും അതേപോലെ ഹുജ്ജത്തുൽ ഉലമ അവരുടെ കയ്യിലും കൊടുത്ത് സഹകരിക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തുന്നു. ബഹുമാനപ്പെട്ടവർക്ക് നമ്മുടെ ബദരിയ ജുമാ മസീറെങ്കിൽ വകയായി ഞാൻ ഹാർദികമായി സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ ബഹുമാനപ്പെട്ട നമ്മുടെ ഇന്നത്തെ കാര്യക്രമത്തെ ഉദ്ഘാടനം ചെയ്യുന്ന അൽഹാജ് BH അബൂ സ്വാലിഹ് ഉസ്താദ് ബഹുമാനപ്പെട്ടവർ ഇന്നലെ ഞങ്ങളുടെ പരിപാടിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തോ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് ഉസ്താദിനെ വരാൻ കഴിഞ്ഞില്ല. എല്ലാ സ്വലാത്ത് വാർഷികം ഞങ്ങൾ ചെറിയ നിലയ്ക്ക് സ്വലാത്ത് വാർഷികം നടക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. ഇന്ന് വന്ന് ആ ബഹുമാനപ്പെട്ട ഉസ്താദ് അല്ലാഹു തആല ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യുമാറാവട്ടെ. അതേപോലെ ഞങ്ങളുടെ സയ്യിദ് അവറുകൾക്കും അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. പ്രത്യേകിച്ചും ഇന്നത്തെ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, ബഹുമാനപ്പെട്ട ശൈഖുനാ ഹുജ്ജത്തുൽ ഉലമ സഹോദരങ്ങളെ. മുമ്പ് നാണ് എത്രയോ കൊല്ലത്തിന് മുമ്പ് പള്ളങ്കോടിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കണ്ടില്ലെങ്കിലും ഉസ്താദിന്റെ പാണ്ഡിത്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഞങ്ങളെ യാക്കൂബ് ദാരിമി എന്ന് പറഞ്ഞ് ആ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതോടുകൂടെ ബഹുമാനപ്പെട്ട ഒരു ഉസ്താദ് ഞങ്ങളുടെ അശ്ശേരിയിൽ ഉണ്ടായിരുന്നു, നെല്ലിക്കുന്നിലുണ്ടായിരുന്ന ആ ഉസ്താദ് PA ഉസ്താദ്, ആ ഉസ്താദ് പോലും ആ ഉസ്താദിന്റെ ശിഷ്യനാണ് ഈ യാക്കൂബ് ദാരിമി. അപ്പോ അന്ന് തന്നെ ബഹുമാനപ്പെട്ട ഉസ്താദിനെ സംബന്ധിച്ച് എനിക്കറിയാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ശൈഖുനാനെ ഇരുത്തി മദ്ഹ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരേ ഒരു വിഷയമാണ്, ബഹുമാനപ്പെട്ടവർ ഒരു ഖുതുബ് ഖാന, ഒരു ഖുതുബ് ഖാന എന്ന് ഞങ്ങൾക്ക് വിശേഷിപ്പിച്ച് പറയാം. കാരണം എന്തേ സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു കോളേജിൽ അവർ ദർസിൽ ഖുതുബ് ഖാന ഞങ്ങൾക്ക് അവിടെ കാണാം. എന്തത് എന്തെങ്കിലും അതിൽ സംശയം ഉണ്ടെങ്കിൽ നോക്കുന്ന കിതാബ് അവിടെയെല്ലാം കാണാം. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകൾ ഉണ്ടാകുമ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചാൽ പെട്ടെന്ന് മറുപടി കിട്ടും. അതുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ ജമാഅത്തിലുണ്ട്. മറുപടി ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്കിലും ശൈഖുനാ അവറുകൾ നമ്മുടെ നാട്ടിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ ചോദിച്ചോളി എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് കസാരയുടെ നിസ്കാരം ഇതര വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ടവർക്ക് പോകാനുണ്ട് നാട്ടിലേക്ക്. അതുകൊണ്ട് അതിന്റെ മുമ്പായി നിങ്ങൾക്ക് ചോദിക്കാൻ സൗകര്യമുണ്ട സമയത്ത് നിങ്ങൾ ചോദിക്കണമെന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് കൂടുതലായി ഞാനൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ശൈഖുനാ അവർക്ക് അല്ലാഹുവേ നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. ഇനിയും ഒരുപാട് കാലം റബ്ബേ മഹാനവറുകളുടെ തണൽ ഞങ്ങൾക്ക് നീ വശാറമായി തരണം റഹ്മാനെ. ഈ നാട്ടിലേക്ക് വീണ്ടും വീണ്ടും മടങ്ങി വരാൻ അല്ലാഹുവേ നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അതേപോലെ ഞങ്ങളുടെ മുഖ്യ അതിഥിയായി വന്ന ബഹുമാനപ്പെട്ട ഷബീർ വഹബി ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ ഞാൻ ഇവിടെ ആദ്യം വരുന്ന സമയത്ത് മുമ്പ് ഈ കിതാബെല്ലാം ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ 8ാം ക്ലാസ് 9 ക്ലാസിന്റെ കിതാബ് സാധാരണ ഞാൻ ആദ്യമായി ഇത് നോക്കുന്ന സമയത്ത് ചില സംശയങ്ങളെല്ലാം വരുമ്പോൾ ബഹുമാനപ്പെട്ട ഷബീർ വഹബിയിലെ അദ്ദേഹത്തിന് ഓൺലൈനിൽ നടത്തിയ ഒരു പരാമർശം, അതായത് കിതാബിന്റെ ചർച്ച ഉണ്ട്. അത് സാധാരണ ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പൊ ആ ഉസ്താദിനെ അന്ന് തന്നെ എനിക്കറിയാം. ഇവിടേക്ക് സാധാരണ 3 കൊല്ലം കഴിഞ്ഞ് ഇത് 4ാമത്തെ കൊല്ലമാണ്. അതുകൊണ്ട് ആ ഷബീർ ഉസ്താദ് വലിയ പണ്ഡിതനുമാണ്. അല്ലാഹുവേ ആ ബഹുമാനപ്പെട്ടവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യണം റഹ്മാനെ. അദ്ദേഹത്തിനും നമ്മുടെ ബദരിയ ജുമാ മസ്ജിദ് വകയായി ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അതേപോലെ
ഞങ്ങളുടെ എല്ലാ വിഷയത്തിലും സഹകരിക്കുന്ന എല്ലാ വിഷയത്തിലും അത് ഒന്നു രണ്ടെന്നില്ല, എല്ലാ വിഷയത്തിലും ഈ നാട്ടിൽ എന്തെല്ലാം പരിപാടി നടക്കുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെല്ലാം സഹകരിക്കുന്ന ബഹുമാനപ്പെട്ട GM ഇബ്രാഹിം ഫുർഖാനി ഉസ്താദ്, ഉപാധ്യക്ഷർ ICS സൗദി നാഷണൽ കമ്മിറ്റി, ബഹുമാനപ്പെട്ടവർ നമ്മുടെ പരിപാടിക്ക് എത്തിയിട്ടുണ്ട്. അള്ളാഹുവേ, ബഹുമാനപ്പെട്ടവർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ പ്രദാനം ചെയ്യണം റഹ്മാനെ. എല്ലാ രോഗങ്ങളും നീ ശമനമാക്കി കൊടുക്കണം റഹ്മാനെ. അതേപോലെ നമ്മുടെ ഈ പരിപാടിക്ക് മുഖ്യ അതിഥിയായി വന്ന ആളെടുക്ക സദർ ഉസ്താദ് മുഹമ്മദ് അലി വഹബി അവർക്കും അവരുടെ ഞങ്ങളെ ഇതിന് മുമ്പ് ബഹുമാനപ്പെട്ട സദക്ക വണ്ടൂരിലെ താജുൽ ഉലമ സദഖത്തുല്ലാഹി ഉസ്താദിന്റെ ഒരു അനുസ്മരണ പ്രഭാഷണത്തിൽ മുഖ്യ പ്രഭാഷണത്തിൽ ഞങ്ങൾ വിളിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വിഷയങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം. അദ്ദേഹത്തിനും അല്ലാഹുവേ നീ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യണം റഹ്മാനെ. അതേപോലെ നമ്മുടെ മാജി മുഅല്ലിം മുഅദ്ദിൻ ഉസ്താദ് ബഷീർ മുസ്ലിയാർ 13 കൊല്ലത്തോളം നമ്മുടെ നാട്ടിൽ മുഅദ്ദിനായി ജോലി ചെയ്ത ഉസ്താദ് നമ്മുടെ അടുത്ത് വന്ന് ഞങ്ങളെ വലിയൊരു ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിനും ദീർഘായുസും ആഫിയത്തും ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ. അതേപോലെ നമ്മുടെ ഇന്നത്തെ മുഅദ്ദിൻ ഉസ്മാൻ ഹിമമി ഉസ്താദിനും, അതേപോലെ നമ്മുടെ സദർ ഉസ്താദ് ഇപ്പോൾ നിലവിലുള്ള സദർ ഉസ്താദ് ആരിഫ് ദാറാണി, അതേപോലെ നമ്മുടെ പ്രസിഡന്റ് കരീമക്കം, അതേപോലെ ഞങ്ങളുടെ സെക്രട്ടറി അബൂബക്കറാക്കം, അതേപോലെ എൻ്റെ അമ്മോഷൻ, എൻ്റെ ഭാര്യയുടെ ബാപ്പ ഇസ്മായിൽ ഹാജി, ഇവരെല്ലാവരും നമ്മുടെ സ്റ്റേജിലുണ്ട്. അതോടുകൂടെ നമ്മുടെ യൂത്ത് വിങ്ങിന്റെ പ്രസിഡന്റ് മഹസൂഫ് സാർ, അതേപോലെ ഷബീർ, ഇവർക്കെല്ലാവർക്കും ബദരിയ ജുമാ മസ്ജിദിന്റെ വകയായി ഹാർദികമായി സ്വാഗതം ആശംസിക്കലോടുകൂടെ നമ്മുടെ ഫൈസൽ മീഡിയ ചാനൽ ബഹുമാനപ്പെട്ട ബഷീർ മദനി ഉസ്താദും, അതേപോലെ ഇവിടെ കൂടിയ എല്ലാ സഹോദര സഹോദരിമാർ, മദ്രസ വിദ്യാർത്ഥികൾ, അതേപോലെ ഇതര മദ്രസ്ഥരും, അതേപോലെ മൈക്ക് ഓപ്പറേറ്റർ, എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ അമൽ, ഈ ഒരുമിച്ച് കൂടൽ അവന്റെ സ്വാലിഹായ അമൽ കൂടെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.